സമവായം പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് സഭയെ രണ്ടായി മുറിക്കുക എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ തയ്യാറല്ല. സഭ ഒന്നാണ്, സഭ ഒന്നായി നിൽക്കണം. സുപ്രീം കോടതി പറഞ്ഞതുപോലെ 34 ഭരണഘടന അനുസരിച്ചുകൊണ്ട് രണ്ടുപേരും ഒന്നായി തീരണം. ഇവിടെ 34 ഭരണഘടന ഇവർ അംഗീകരിക്കുന്നു പോലുമില്ല. അതിൻ്റെ ഒറിജിനൽ എവിടെ? ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഭരണഘടനയ്ക്കെതിരായിട്ട് ഇപ്പോഴും കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാത്രിയർക്കീസ് വിഭാഗം. പക്ഷെ അവിടെ പറയുന്നത് 34 ഭരണഘടന എല്ലാവരും അംഗീകരിച്ച് കഴിയുമ്പോൾ ഒരു സന്തോഷത്തിനും സമന്വയത്തിനും വേണ്ടിയിട്ട്, സമാധാനത്തിനും വേണ്ടിയിട്ട് ഇരു കൂട്ടരും കൂടെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചിന്തിച്ച് ആ ഭരണഘടന വേണമെങ്കിൽ അമെൻഡ് ചെയ്യാം. ഞങ്ങൾ തയ്യാറാണ്. ഈ 34 അച്ഛൻ്റെ ആ ചോദ്യത്തിന് തന്നെ മറുപടി പറയാം. 34 ഭരണഘടന അംഗീകരിക്കാൻ പറയുമ്പോൾ അതാണ് ചോദ്യം ചെയ്യുന്നത്. പറയുമ്പോൾ ഏത് 34 ഭരണഘടന? ഒന്നാമത്തെ 34 ഭരണഘടനയുടെ ഒറിജിനല് 5 കോപ്പികളുണ്ട്. 5 വ്യത്യസ്ത തരത്തിലുള്ള 34 ഭരണഘടന ഇപ്പോൾ അവിടെയുണ്ട്. അതിനകത്ത് ഒറിജിനൽ 34 ഭരണഘടന കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് പല കോടതികളും ആവശ്യപ്പെട്ടിട്ട് ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതിനകത്ത് ഒന്നാമത്തെ പാരഗ്രാഫ് ആഗമാന സുറിയാനി സഭയുടെ ആത്മീയ പരമാധ്യക്ഷൻ പാത്രിയർക്കീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തൊടുപുഴ കോടതിയിൽ അടുത്തിടയ്ക്ക് മൂവാറ്റുപുഴത്തെ അത്താനാസ് മെത്രാപ്പോലീത്തായോട് ആ ഭരണഘടന കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം ഇത് കൊടുത്തത്. ഇനി രണ്ടാമത്തെ കാര്യം, പിന്നീട് അമെൻഡ്മെന്റ് ചെയ്ത അവർ മാത്രമായിട്ട് പോയി അമെൻഡ് ചെയ്ത ഭരണഘടനയിൽ 101ാമത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മലങ്കര സഭ അംഗീകരിക്കുന്ന പാത്രിയർക്കീസ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 34 ഒറിജിനൽ ഭരണഘടന ഇരുവിഭാഗങ്ങളും സംബന്ധിച്ചൊരു ഭരണഘടനയല്ല ഇപ്പോൾ അവരുടെ കയ്യിലുള്ളത്. ഇവർക്ക് തോന്നിയതുപോലെ അവരൊരു വിഭാഗം മാത്രമായി നിന്നുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ച് ആ പാത്രിയർക്കീസിനെ പുറന്തള്ളിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണല്ലോ കോട്ടയത്തെ കാതോലിക്ക ബാവ പരസ്യമായിട്ട് അന്ത്യോക്യ പാത്രിയർക്കീസിന് വിദേശീയമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുന്നത്. അതുകൊണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് 34 ഭരണഘടന, അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ ഇത് അച്ഛൻ വ്യാഖ്യാനിച്ചതുപോലെയല്ല, 2 വിഭാഗങ്ങളുണ്ടെന്നും ഇതിൽ ഏത് 34 ഭരണഘടനയാണ് അംഗീകരിക്കേണ്ടതെന്ന് ആദ്യം ഒരു ധാരണ ഉണ്ടാകാതെ എങ്ങനെയാണ് 34 അംഗീകരിച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ നടത്താമെന്ന് പറയുന്നത്? ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ടത്. അല്ലാതെ ഓർത്തഡോക്സ് വിഭാഗം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന 34 ഭരണഘടന അതിനെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അത് ഒറിജിനലുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 34 സംബന്ധിച്ചുള്ള തർക്കം നിൽക്കുന്നത്.